അപ്പൊ നമുക്കിനി പുകയില കൃഷി കാണാം. പുകയില ഒരു സൈഡിൽ ഹെവി ആയിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഹെവി അറ്റ്മോസ്ഫിയർ ആണ്, ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മളിത് ഇടത് ഭാഗത്ത് കാണുന്നതാണ് ശരിക്കും പുകയില കൃഷി ഇട്ടാ. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ പുകയില കൃഷി. ഈ കാണുന്ന മൊത്തം ആയി വരണല്ലേ, ഈ കാണുന്നതൊക്കെ പുകയില കേട്ടാ. അവിടെ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. നോക്കിയ പുകയില. ഈ സാധനം പൊടിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ ഹരാല മാർക്കറ്റിലാണെങ്കിൽ ഈ സാധനം പൊടിച്ചിട്ട് പുകയിലാണ് മൊത്തട്ടാ. ഇത് പൊടിച്ചു കഴിഞ്ഞാൽ വേറെ കളറായില്ലേ. ഇലയുടെ വലിപ്പം കണ്ട, പുകയില വലിപ്പം കണ്ട. ഈ ഇല ഇതിനും വലുതാവോ? അതെല്ലേ. എന്നിട്ട് ഒരു ഇത് ഉണക്കിയിട്ട് പൊടിക്കും. ഓക്കെ അല്ലേ, ഓക്കെ ഓക്കെ. ഇത് ഉണക്കിയിട്ട് അവർ മാർക്കറ്റ് കൊണ്ടുപോകും. അവിടുന്നാണ് അത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പൊടിച്ച് അങ്ങനെ വിടുന്നുണ്ടല്ലേ. ഇത് കഞ്ചാവിന്റെ ആണോ? അല്ലല്ല, കഞ്ചാവല്ല. ഇത് എന്തായാലും പുകയിലാണ്, ഫുള്ള് പുകയിലാണ്. പുകയില ഒരു 1-2 ഏക്കറോളം മൊത്തം പുകയില വെച്ചിരിക്കാം. അപ്പൊ അവിടെ ചേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്. അവരാരെങ്കിലും വരും അങ്ങോട്ട്? നമുക്ക് ചേട്ടന്മാരാണ് ചോദിക്കുക അവിടുത്തെ കാര്യങ്ങളുണ്ടാ. അപ്പൊ ഇവിടെ വന്നപ്പോ വേറൊരു സംഭവം കണ്ട് നമ്മള് കാണിച്ചു തരാട്ടാ. എടുക്കണത് പ്രതീക്ഷിക്കണത് അല്ലേ. അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞുട്ടാ എങ്ങനെയാ അത് മറ്റേ ഉണക്കണത് സംഭവങ്ങളൊക്കെ കേട്ടാ. ലീഫിന്റെ ഒക്കെ വലിപ്പം കണ്ട, ഒരേലേറെ വലിപ്പം നിങ്ങൾ കാണണട്ടാ. ഒന്ന് പിടിക്കും, ഞാൻ എന്റെ അളവ് നമ്മുടെ ആൾക്കാർ കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ലീഫാണ് കാണാണ്ട. നമ്മുടെ പുകയിലേറെ ഏറ്റവും ലീഫിന്റെ വലിപ്പം കണ്ട, നിങ്ങൾ കണ്ട. എന്റെ കൈയിന്റെ ഈ ഫുള്ള് സൈസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലീഫാണ്. അപ്പൊ പുകയില ഡ്രൈ ചെയ്യണ അവരെ കൂടാറ് ഇനി കാണാട്ടാ. നോക്കിയാ, അയ്യോ വേറെ ലെവലിട്ടാ, നല്ല മണട്ടാ. നോക്കിയാ, ഒരാഴ്ച കൊണ്ടാണ് അവര് ശരിക്കും ഈ സാധനം അവര് ഓരോ ഇല പറിച്ചിട്ട് അത് കെട്ടിയിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വലിയ സെറ്റപ്പാടാ. നോക്കിയാ, അതിന്റെ വലിപ്പം നിങ്ങൾ പുറത്തും പുറമെന്ന് കണ്ടില്ലേ. ഇതൊക്കെ പുകയില കേട്ടോ. നോക്കിയാ, ഹെവിട്ടാ.